നമുക്കിന്നൊരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയല്ലോ. അതും ഒരു A4 ഷീറ്റും കുറച്ച് കവായ് സ്റ്റിക്കേഴ്സും മതി കേട്ടോ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു A4 ഷീറ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ നെയിം സ്ലിപ്പിന് അളവ് അനുസരിച്ച് പോലെ നമ്മൾ കുറച്ച് ഒരു ചെറിയ ചെറിയ സ്ക്വയർ ടൈപ്പ് പോലെ ഒന്ന് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവർ സ്റ്റിക്കേഴ്സ് എടുക്കുക. ഞാൻ ഇവിടെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് എടുത്തത്. റെഡി. അപ്പം നിങ്ങൾ ഇതുവരെ മടക്കി വെച്ചോ. ഇങ്ങനെയും കൂടി മടക്കണേ ഗൈസ്. ഇതാണ്. ഇനി നമുക്ക് ഒരു വാഷി ടേപ്പാണ് വേണ്ടത് ഗൈസ്. അപ്പോൾ വാഷി ടേപ്പ് ഞാൻ ഇതാണ് എടുക്കുന്നത്, വേറെ ഇല്ല ഗൈസ്. എനിക്ക് കഴിഞ്ഞു. ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചു ഗൈസ്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ കാണുന്ന വരകളുണ്ടല്ലോ, അതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ ഈ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണേ. അങ്ങനെ ഗൈസ്, ഇതാണ് കേട്ടോ. ഇത് സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് ഞാൻ പറയുന്നത്. ഇത് പാർട്ട് 1 ആണ്, സ്കൂൾ ക്രാഫ്റ്റ്. അപ്പോൾ ഇനി അടുത്തതിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഒട്ടിക്കാൻ പറഞ്ഞത്. ഇത് വെച്ചിട്ട് എല്ലാ 4 കോർണറും ഇതേപോലെ ഒട്ടിക്കണേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തോളൂ. ഞാൻ ഈ ഒരു പാൻഡയും പിന്നെ കുറോമിയും ചിലപ്പോൾ യൂണിക്കോണും എടുക്കും. ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഏത് വേണമെന്ന്. അങ്ങനെ ഗൈസിനെ ഒട്ടിച്ച് നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് കവായി. അപ്പോൾ ഇതാണ് ഞാൻ ഒട്ടിച്ചത്. ഒരു ലബൂബ് ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു യൂണിക്കോണ്, ഒരു 3 പാൻഡയും ഒരു കുറോമി, മൈ മെലഡി, സിനമറോൺ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിങ്ങനെ ഇവിടെ വരയിട്ടിട്ട് ഇങ്ങനെ നെയിം സബ്ജക്റ്റ് ചെയ്യാം. പിന്നെ ഇതൊന്നും ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, ചെയ്തോ. ഒരു റഫ് നോട്ടിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട പിക്ചറോ മറ്റോ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുക. അപ്പോൾ അങ്ങനെയും എന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചിട്ട് എഴുതിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ ബൈ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ. ബൈ ബൈ.